നമസ്കാരം. മഴക്കാലങ്ങളിൽ പല വാഹന ഉടമകളും ചെയ്യുന്ന ഒരു തെറ്റായിട്ടുള്ള രീതിയാണ് വാഹനം മഴയത്ത് ഓടി വന്ന ശേഷം ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടിട്ട് പോകുന്നത്. ഒരു കണക്കിന് വാഹനത്തിൻ്റെ പുള്ളിങ്ങും മൈലേജും വ്യത്യാസം വരുന്നതിൻ്റെ ഏകദേശം 50% പങ്കും ഈ ഹാൻഡ് ബ്രേക്ക് വലിച്ചിടുന്നതിൽ ഉണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, മഴക്കാലത്ത് വാഹനം ഓടുന്ന സമയത്ത് പലരും വാഹനം ഓട്ടം കഴിഞ്ഞ ശേഷം ഷെഡിലോ അല്ലെങ്കിൽ ഓപ്പൺ ഏരിയയിലോ പാർക്ക് ചെയ്ത ശേഷം ഇതുപോലെ ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ട് പോകാറുണ്ട്. പിന്നീട് ചിലപ്പം ഉടനെയായിരിക്കില്ല വാഹനം എടുക്കുന്നത്, ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വാഹനം എടുക്കുന്നത്, അല്ലെങ്കിൽ പിറ്റേ ദിവസമായിരിക്കും വാഹനം എടുക്കുന്നത്. അങ്ങനെ എടുക്കുന്ന സമയത്ത് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്താൽ കൂടിയും ചിലപ്പം ശരിയായിട്ടുള്ള രീതിയിൽ ഹാൻഡ് ബ്രേക്കിൻ്റെ കേബിൾ അല്ലെങ്കിൽ ബൗഡം റിലീസാവണമെന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, വാഹനം ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാത്ത പക്ഷം, വാഹനത്തിൻ്റെ ഹാൻഡ് ബ്രേക്ക് ശരിയായിട്ടുള്ള രീതിയിൽ റിലീസ് ചെയ്യാത്ത പക്ഷം വാഹനം ഓടുന്ന സമയത്ത് ഒരു വൈബ്രേഷൻ വരാം, പുള്ളിങ് വേരിയേഷൻ വരാം, മൈലേജ് ഷോട്ട് വരാം, അങ്ങനെ പല രീതിയിലുള്ള ഇഷ്യൂസ് വരുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, മഴക്കാലങ്ങളിൽ വാഹനം ഓടുമ്പോൾ അല്ലെങ്കിൽ ചെളിയിൽ കൂടെയൊക്കെ വാഹനം ഓടിയിട്ട് വരുന്ന ടൈമിൽ, അതുകൂടാതെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വൈകുന്നേരങ്ങളിൽ ചില വാഹനങ്ങൾ വൈകുന്നേരങ്ങളിൽ ഓടിയിട്ട് വന്ന ശേഷം ഫോർസിൽ കയറ്റുന്നതിന് മുന്നേ വാഹനം കഴുകിയിട്ടൊക്കെ പാർക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ കഴുകിയിട്ട് പാർക്ക് ചെയ്യുമ്പോഴും ഹാൻഡ് ബ്രേക്ക് പലരും വലിച്ചിടാറുണ്ട്. പിറ്റേ ദിവസം വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഇത് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്താൽ കൂടിയും ശരിയായിട്ടുള്ള രീതിയിൽ ഹാൻഡ് ബ്രേക്ക് റിലീസാവണമെന്നുമില്ല. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, വൈകുന്നേരങ്ങളിൽ വാഹനം കഴുകുന്ന എല്ലാ ഡ്രൈവർമാരും ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. മഴക്കാലത്ത് വാഹനം ഓടിയിട്ട് വരുമ്പോൾ, മഴക്കാലത്ത് വാഹനം ഓടിയിട്ടൊക്കെ വരുന്ന ഡ്രൈവർമാരൊക്കെ കാണും, വാഹന ഉടമകൾ കാണും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് മഴക്കാലത്തൊക്കെ വാഹനം ഓടിയിട്ട് വന്നിട്ട് ഇതുപോലെ ഹാൻഡ് ബ്രേക്കൊക്കെ വലിച്ചിട്ട് പോകാറുണ്ട്. ഈ പറയുന്ന ഞാനാണെങ്കിലും ചില സാഹചര്യങ്ങളിൽ ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ട് പോകാറുണ്ട്. എന്നാൽ കൂടിയും ഞാനത് ശ്രദ്ധിക്കും. ഹാൻഡ് ബ്രേക്ക് അങ്ങനെ അധികം നേരം മഴക്കാലത്തൊക്കെ ഓടിയിട്ട് വരുമ്പോൾ യൂസ് ചെയ്യാറില്ല. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ വാഹനത്തിൽ ഒരു ചെറിയൊരു കട്ടത്തടി വെച്ചിരിക്കണം, അല്ലെങ്കിൽ വാഹനം സ്ഥിരമായിട്ട് പാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങൾ വേറെ കാണും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലും ഇതുപോലൊരു കട്ടത്തടി വെച്ചതിന് ശേഷം വാഹനം പാർക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുകൂടാതെ വാഹനം രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഒരു 1-2 പ്രാവശ്യം ബ്രേക്ക് എടുത്ത് അപ്ലൈ ചെയ്യേണ്ടതാണ്, എടുത്ത് ചവിട്ടേണ്ടതാണ്. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത ശേഷം നമ്മുടെ വാഹനം മൂവായി തുടങ്ങുമ്പോഴും 1-2 പ്രാവശ്യം ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ടതാണ്. കാരണം ഒരു പക്ഷേ ഹാൻഡ് ബ്രേക്കോ അല്ലെങ്കിൽ ബ്രേക്കിൻ്റെ ഡ്രമ്മിൽ ബ്രേക്ക് ഷൂ ജാമായിട്ടിരിക്കുന്ന പക്ഷമോ ചിലപ്പം 1-2 പ്രാവശ്യം ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് റിലീസായിട്ട് വരാനും സാധ്യത കൂടുതലായതുകൊണ്ടാണ് ഈ ഒരു കാര്യം എടുത്തു പറയുന്നത്. പലരും അത് ശ്രദ്ധിക്കാറില്ല. ചില ടൈമിൽ നമ്മൾ ചെറുതായിട്ട് കാല് വയ്ക്കുമ്പോൾ തന്നെ വാഹനം പെട്ടെന്ന് നിൽക്കാറുണ്ട്, സഡനായിട്ട് നിൽക്കാറുണ്ട്. അപ്പോൾ ഉള്ളിൽ വെള്ളത്തിൻ്റെ ഈർപ്പവും, അതുകൂടാതെ ബ്രേക്ക് ഷൂ ഡ്രമ്മുമായിട്ട് ജാമായിട്ടിരിക്കുന്നതിൻ്റെ ആ ഒരു കാരണം കൊണ്ടും ഇങ്ങനെ സംഭവിക്കാം. അപ്പോൾ ആ ഒരു കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ പലരും ഈ ഒരു പുള്ളിങ് വേരിയേഷൻ്റെ പ്രശ്നം വന്നിട്ട് ഇതുപോലെ ഹാൻഡ് ബ്രേക്ക് പിടിച്ചിട്ടിട്ട് ഡ്രമ്മും ബ്രേക്ക് ഷൂവായിട്ട് ജാമായിട്ടിരിക്കുന്നതിൻ്റെ ആ ഒരു കാരണം എന്താണെന്ന് അവർ ശ്രദ്ധിക്കാതെ നോസിലും പമ്പും ഒക്കെ വലിച്ചഴിച്ച് പണി ചെയ്യാറുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അതിൻ്റെ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രം ചെയ്യണം. പ്രത്യേകിച്ച് മഴക്കാലത്ത് വാഹനം ഓടുന്ന എല്ലാ ഡ്രൈവർമാരും ഈ ഒരു കാര്യം മനസ്സിലാക്കണം, അറിഞ്ഞിരിക്കണം. ഓക്കെ.